ഹായ്. വളരെ എളുപ്പത്തിലൊരു ബിരിയാണി ഉണ്ടാക്കിയിരിക്കുകയാണ്. ആ ബിരിയാണി ഉണ്ടാക്കിയത് എൻ്റെ ഒരു കഴിവൊന്നുമല്ല കേട്ടോ. നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ആച്ചി എന്ന് പറയുന്നൊരു കമ്പനിയുണ്ട്. ആച്ചി ഒരുപാട് മസാല കൂട്ടുകളൊക്കെ ഇറക്കുന്നുണ്ട് അവർ. അവരുടെ ഒരു ബിരിയാണി കൂട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആച്ചി ദിണ്ടിഗൽ ബിരിയാണി എന്നാണ് പറയുന്നത്. സാമ്പാർ റൈസാണ് അവർ ഉപയോഗിക്കുന്നത്. ഒരു ചെറിയ കിറ്റാണ്. എനിക്ക് തോന്നുന്നത് നന്നായിട്ട് കഴിക്കുകയാണെങ്കിൽ ഒരാൾക്കുള്ള ബിരിയാണി ഉള്ളൂ, വേണമെങ്കിൽ രണ്ടാൾക്കുള്ള ബിരിയാണി ആവാം. എന്തായാലും ഞാൻ ആച്ചി ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. സ്വാദിഷ്ടമാണ്. നമ്മൾ വെറുതെ ബിരിയാണിക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല സ്പൈസി ബിരിയാണിയാണ് കേട്ടോ. കുറച്ച് എരിവൊക്കെ കൂടുതലാണ്. അതിനകത്ത് ഈ പാക്ക് പൊട്ടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനകത്ത് സാമ്പാർ റൈസ് ഉണ്ട്. അതുകൂടാതെ സ്പൈസിൻ്റെ പാക്കറ്റ് 1 എന്ന് പറയുന്നത് സ്പൈസ് പാക്കറ്റുണ്ട്. അത്യാവശ്യം പിന്നെ ഗ്രാമ്പും പട്ടയും പിന്നെ സ്പൈസ് ലീഫൊക്കെ അടക്കമുള്ള ഒരു ചെറിയ പാക്ക്. അതുകൂടാണ്ട് അരപ്പുണ്ട്. ഈ ബിരിയാണിക്ക് കൂട്ട് അരച്ചതിൻ്റെ ഒരു പേസ്റ്റ് ഒരു പാക്കറ്റുണ്ട്. സാമ്പാർ റൈസുണ്ട്. ഇത്രയുമാണ് അതിനകത്ത് ഉള്ള സംഗതി വളരെ നിസ്സാരമാണ്. അതിനകത്ത് നമുക്ക് വെജിറ്റബിൾ ബിരിയാണി വേണമെങ്കിൽ വെജിറ്റബിൾ ആക്കാം, അല്ലെങ്കിൽ അല്ലെങ്കിൽ മട്ടണോ ചിക്കനോ ഒക്കെ വെക്കാം. ഞാനിവിടെ ചിക്കൻ 2 പീസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ നേരത്തെ ഒന്ന് ബോയിൽ ചെയ്ത് വേവിച്ച് വെക്കുന്നതാണ് ഉത്തമം എന്നവർ പറയുന്നുണ്ട്. ഒന്നുമില്ല, സംഗതി നിസ്സാരമാണ്. നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഒരു 50 ml നെയ്യ് ഒഴിച്ചിട്ട് പ്രഷർ കുക്കറിൽ തന്നെ ഉണ്ടാക്കാം. പ്രഷർ കുക്കർ നെയ്യ് ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് അവർ തന്നിട്ടുള്ള പാക്കറ്റ് 1 സ്പൈസ് അതിനകത്തോട്ടിടുക. അതും നന്നായിട്ട് വഴറ്റി വരുന്ന സമയത്ത് നമ്മൾ ചൂടാക്കി വെച്ചിട്ടുള്ള 2 പീസ് ചിക്കൻ ആണെങ്കിൽ ചിക്കൻ, മട്ടൺ ആണെങ്കിൽ മട്ടൺ, അല്ലെങ്കിൽ വെജിറ്റബിൾ നമ്മൾ പിന്നെ പ്രോസസ്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വെജിറ്റബിൾ ആവാം. നമുക്ക് അതിനകത്തോട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഈ സാമ്പാർ റൈസ് ശരിക്കും ബിരിയാണി റൈസ് നമ്മളൊന്ന് കഴുകി നനയ്ക്കണം എന്നാണ് അവർ പറയുന്നില്ല. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. ഒന്ന് കഴുകി നനച്ചെടുത്തിട്ട് ആ സാമ്പാർ റൈസും കൂടെ അതിനകത്ത് ചേർത്ത് അവർ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അവർ പറയുന്നത് പിന്നെ 3 വിസിലാണ്. ഞാൻ 3 വിസിൽ കൊടുത്തു. പക്ഷെ 3 വിസിലിൻ്റെ കാര്യമില്ല. കാരണം ഒന്നാമത് നമ്മൾ ചിക്കനൊന്ന് വേവിച്ചിട്ടുണ്ട്. രണ്ടാമത് സാമ്പാർ റൈസിന് നമ്മൾ വിചാരിക്കുന്ന അത്ര വേവ് ഇല്ല. എനിക്ക് തോന്നുന്നു 2 വിസിൽ മതിയാവും തോന്നുന്നു. കാരണം ഞാൻ ഈ 3 വിസിൽ കൊടുത്തപ്പോഴത്തേനും കുറച്ച് റൈസ് അടിയിൽ പിടിച്ചതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ സിമ്മിൽ കൺട്രോൾ ചെയ്യാത്തതുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ആയാലും എന്തായാലും ഈ പിന്നെ ആച്ചിയുടെ ഈ ദിണ്ടിഗൽ ബിരിയാണി റൈസ്, എനിക്ക് ഇതിനെ വിളിക്കാൻ തോന്നുന്നത് യഥാർത്ഥത്തിൽ ഇതൊരു ബാച്ചിലർ ബിരിയാണിയാണ്. എനിക്ക് തോന്നുന്നു ഒരാൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ ഏറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി. നമുക്ക് കഴിച്ചു നോക്കാം. ഇതാണ് നമ്മുടെ ബിരിയാണി. അതിനകത്തൊരു സ്പൈസിൻ്റെ ലീഫ് കിടപ്പുണ്ട്. ഇതാണ് ഒരു ചിക്കൻ്റെ പീസ് നമുക്ക് ഇതിനകത്തുള്ളത്. റൈസ്, മുന്തിരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിടക്കുന്നുണ്ട് ഇതിനകത്ത്. പട്ട ഇതൊക്കെ സമയത്ത് ഉണ്ട്. നല്ല ഇറച്ചിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ടേസ്റ്റിയാണ്. സ്പൈസ് കൂടുതലാണ്. സ്പൈസ് എന്ന് പറയുമ്പോൾ എരി തന്നെ കൂടുതലാണ്. സാമ്പാർ റൈസിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. എന്തായാലും നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട്, വലിയ പ്രയാസങ്ങളില്ലാണ്ട് ഒരു ബിരിയാണി ഉണ്ടാക്കാം. അതുകൊണ്ട് നിങ്ങളൊന്ന് വാങ്ങിച്ചാൽ, ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് മേടിച്ചത്. ഇപ്പോൾ ഞാൻ വാങ്ങുമ്പോൾ അതിനകത്ത് 2 പാക്കറ്റ് ഉണ്ടായിരുന്നു. എനിക്കൊരു പുതിയ ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു ബിരിയാണി തോന്നുന്നു. ഇത് ആച്ചി ദിണ്ടിഗൽ ബിരിയാണി എന്നാണ് അവരുടെ പേര്. അപ്പം ഒരു സ്മോൾ ക്വാണ്ടിറ്റിയാണ് അത് നമുക്ക് ട്രൈ ചെയ്യാനൊക്കെ നല്ലതാണ്. വലിയ വിലയും ഇല്ല. ഒന്ന് വാങ്ങിച്ചു നോക്കൂ, ടേസ്റ്റുണ്ട്.